നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെതിരെയുള്ള കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ ലോകത്തിൽ വലിയ ആശങ്ക പടരുന്നു. ഇന്ധന വിലവർധനവാണ് ലോകത്തിൻ്റെ മുഖ്യ ആശങ്ക. ഇപ്പോൾ തന്നെ ഫെബ്രുവരി 28-നേക്കാൾ ഇരട്ടിയായിരിക്കുന്നു ആഗോള ഇന്ധനവില. ഇന്ത്യയിലും ഇന്ധനവില ഉയരുമോ എന്ന ആശങ്ക. എന്നാൽ അതിനിടയിൽ ആശ്വാസമായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം. വെള്ളിയാഴ്ചയാണ് കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ ലിറ്ററിന് കുറച്ചത്. പെട്രോളിന് നിലവിൽ 13 രൂപയായിരുന്ന തീരുവ 3 രൂപയായി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഡീസലിന് ബാധകമായിരുന്ന തീരുവ 10 രൂപയായിരുന്നത് പൂർണ്ണമായും ഒഴിവാക്കി. ക്രൂഡ് ഓയിൽ വിലവർധനയുടെ ഭാരം സാധാരണ ജനങ്ങളിൽ എത്താതിരിക്കാനും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നിലവിലുണ്ടാകുന്ന നഷ്ടം നികത്താനുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ചെറുകിട വിൽപ്പന വിലയിൽ മാറ്റമുണ്ടായേക്കില്ല എന്ന സൂചനകൾ കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. ഇത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചത് വഴി കേന്ദ്ര സർക്കാരിനുണ്ടാകുന്ന പ്രതീക്ഷിത വരുമാന നഷ്ടം 1.7 ലക്ഷം കോടി രൂപ. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ കമ്പനി നയാര പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിരുന്നു. മറ്റ് കമ്പനികളും സമാനമായ വില വർധന നടപ്പാക്കുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആനുകൂല്യം. ബ്രെന്റ് ക്രൂഡിൻ്റെ വില ഇപ്പോൾ ബാരലിന് 106.73 രൂപ. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അവസാനമായി അധിക എക്സൈസ് തീരുവ കേന്ദ്രം പരിഷ്കരിച്ചിരുന്നു. അന്ന് രാജ്യാന്തര എണ്ണവില ഗണ്യമായി കുറഞ്ഞു. മെച്ചം ജനങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അഡീഷണൽ എക്സൈസ് നികുതി കേന്ദ്ര സർക്കാർ 2 രൂപ വീതം കൂട്ടിയിരുന്നു. നിലവിൽ 1 ലിറ്റർ പെട്രോളിൽ 24 രൂപയും ഡീസലിന് 30 രൂപയും എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടാകുന്നു എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നു. ഈ ഘട്ടത്തിൽ 2 ഓപ്ഷനുകളായിരുന്നു കേന്ദ്ര സർക്കാരിന് മുന്നിൽ. ഒന്നുകിൽ മറ്റ് രാജ്യങ്ങളെ പോലെ ഇന്ധനവില വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അധിക നികുതി വരുമാനം വേണ്ട എന്ന് വയ്ക്കുക. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു എന്ന് പെട്രോളിയം മന്ത്രി പറയുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പെട്രോൾ ഡീസൽ വില 30% മുതൽ 50% വരെ വർദ്ധിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. അമേരിക്കൻ രാജ്യങ്ങളിൽ 30% എണ്ണവില വർധനവ്. യൂറോപ്പിൽ 20% എണ്ണവില ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ശേഷം ക്രൂഡ് ഓയിൽ വിലയിൽ 50% വർധനവുണ്ടായി എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. എന്നാൽ പെട്രോൾ ഡീസൽ കമ്പനികൾ ചില്ലറ വില നാളുകളായി മാറ്റമില്ലാതെ തുടരുകയാണ്. ക്രൂഡ് ഓയിൽ നിരക്ക് ഉയരുമ്പോൾ എണ്ണ കമ്പനികൾ വില കൂട്ടാതെ ബാധ്യത ഏറ്റെടുക്കുകയും നിരക്ക് കുറഞ്ഞു നിന്ന സമയത്ത് അവർ ലാഭമുണ്ടാക്കുകയും ചെയ്തു. റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പിന്നാലെ 2022 ജൂണിൽ അന്ന് അസംസ്കൃത എണ്ണയ്ക്ക് ബാരലിന് $119 വരെ ഉയർന്നു. ആ വർഷം കമ്പനികൾക്ക് കാര്യമായ ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തൊട്ടടുത്ത സാമ്പത്തിക വർഷം 81,000 കോടി രൂപ എന്ന റെക്കോർഡ് ലാഭം എണ്ണ കമ്പനികൾ ഉണ്ടാക്കി ഇന്ത്യയിൽ. എക്സൈസ് തീരുവ കുറയ്ക്കുക മാത്രമല്ല, ഡീസലിൻ്റെയും ഏവിയേഷൻ ഫ്യൂവലിൻ്റെയും കയറ്റുമതിക്ക് യഥാക്രമം 21.5, 29.5 എന്നിങ്ങനെ തീരുവ കൂട്ടുകയും ചെയ്തു ഇന്ത്യ. കയറ്റുമതി നിരുത്സാഹപ്പെടുത്തുകയും ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുകയുമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇക്കഴിഞ്ഞ മാസം ബാരലിന് $70 നിന്ന് $122 ഉയർന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇറാനെതിരെ ഇസ്രായേൽ യുദ്ധം, തുടർന്ന് ടെഹ്റാന്റെ ഹോർമുസ് ഉപരോധം, വിശാലമായ പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്നുള്ള എണ്ണവാതക കയറ്റുമതിയെ ഇത് സാരമായി ബാധിച്ചു. ലോകത്തിന് നിർണായകമായ ഊർജ്ജ വിതരണ ചാനലാണ് ഹോർമുസ്. യുദ്ധത്തിന് മുൻപ് ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ലോക എണ്ണ വ്യാപാരത്തിന്റെ 20% നടന്നിരുന്നത്. കരുതലിന്റെ നരേന്ദ്ര ഭാരതമെന്നാണ് BJP ഇപ്പോൾ ഈ നീക്കത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്താണ് കേരളം. ആന്ധ്രാപ്രദേശ് മാത്രമാണ് നമുക്ക് മുന്നിൽ. പെട്രോളിന് 31% മൂല്യവർദ്ധിത നികുതി, ലിറ്ററിന് 4 രൂപ വാറ്റ്, ലിറ്ററിന് 1 രൂപ റോഡ് വികസന സെസ് എന്നിങ്ങനെയാണ് ആന്ധ്രയിൽ ചുമത്തുന്നത്. ഡീസലിന് 22.25% മൂല്യവർദ്ധിത നികുതി, ലിറ്ററിന് 4 രൂപ വാറ്റ്, ലിറ്ററിന് 1 രൂപ റോഡ് വികസന സെസ്. ആന്ധ്രാപ്രദേശുമായി തട്ടിച്ചു നോക്കുമ്പോൾ നേരിയ വ്യത്യാസം മാത്രം കേരളത്തിൽ. പെട്രോളിന് 30.08% വിൽപ്പന നികുതി, ലിറ്ററിന് 1 രൂപ അധിക വിൽപ്പന നികുതി.
1% സെസ്. എന്നാൽ ഇതിനു പുറമെ ലിറ്ററിന് 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് കേരളം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡീസലിന് 22.76% വിൽപ്പന നികുതി, ലിറ്ററിന് 1 രൂപ അധിക വിൽപ്പന നികുതി, 1% സെസ്, ലിറ്ററിന് 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ്. പെട്രോളും ഡീസലുമൊക്കെ GST പരിധിയിൽ കൊണ്ടുവരണമെന്ന് നേരത്തെ കേന്ദ്രം ശഠിച്ചിരുന്നു. എന്നാൽ ഇതിനെ നഖശിഖാന്തം എതിർത്ത സംസ്ഥാനങ്ങളുടെ മുൻനിരയിൽ കേരളം നിലയുറപ്പിച്ചു. ചരക്ക് സേവന നികുതിയുടെ കീഴിൽ പെട്രോളും ഡീസലുമൊക്കെ എത്തിയാൽ 28% നികുതി നിരക്ക് മാത്രമാകും ബാധകമാവുക. ഇവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 1% മാത്രമാണ് പെട്രോളിനും ഡീസലിനുമൊക്കെ നികുതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. മദ്യവും ഇന്ധനവും ഇവയിൽ നിന്ന് കിട്ടുന്ന നികുതി കൊണ്ടാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് എന്ന നിലപാട് കേരളം കൈക്കൊണ്ടിരുന്നു. ഇന്ധന നികുതി വരുമാനത്തിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ വർധനവാണ് കേരളത്തിന് ലഭിച്ചത്. 2021-22 9,424 കോടിയായിരുന്നു ഇന്ധന നികുതിയെങ്കിൽ 22-23 അത് 11,534, 23-24 12,126. 2023 ഏപ്രിൽ 1 മുതലാണ് പെട്രോളിനും ഡീസലിനുമൊക്കെ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത്. ഇതുവഴി സംസ്ഥാന സർക്കാർ ആദ്യ വർഷം തേടിയത് 954 കോടി രൂപ. 2021 നവംബറിൽ 13 രൂപയും 2022 മെയ്യിൽ 16 രൂപയും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കുറച്ചിരുന്നു. 2024 മാർച്ചിൽ എണ്ണ കമ്പനികൾ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ കുറച്ചു. എന്നാൽ കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും നികുതി കുറയ്ക്കാൻ തയ്യാറായില്ല. കേന്ദ്ര സർക്കാർ ഇപ്പോൾ നികുതി വെട്ടിക്കുറച്ചത് സംസ്ഥാന സർക്കാരിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. പെട്രോൾ ഡീസൽ വില ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യയിലും അതിൻ്റെ സാധ്യതകൾ തെളിയുന്നു. കേന്ദ്ര സർക്കാർ ഇത്തരം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇന്ധന നികുതിയിൽ വിട്ടുവീഴ്ച വരുത്തുന്നില്ല എന്ന ചോദ്യമാണ് ശ്രദ്ധേയമാകുന്നത്. ഇത്രയധികം തുക നികുതിയായി പിരിച്ചെടുത്തിട്ടും ഇവയൊക്കെ റോഡ് വികസനത്തിനോ അടിസ്ഥാന വികസനത്തിനോ കേരളം പ്രയോജനപ്പെടുത്തുന്നുമില്ല. ഈ നികുതിപ്പണവും പോകുന്നത് പലിശ ഇനത്തിൽ മാത്രം. കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ഇളവ് ഇന്ത്യയിൽ വലിയ കയ്യടികൾക്ക് കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.